തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കുറഞ്ഞ വോട്ട് ഷെയർ ബി.ജെ.പിയുടെ തിരിച്ചടിയാണോ എന്നുള്ളതാണ് ചോദ്യം. പിയാസുലിനുണ്ട് ഡൽഹിയിലിതും. പിയാസുലിൽ 25% ആയിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മോഹം, പിന്നീട് 20ആയി. പക്ഷേ ഇപ്പോൾ കണക്ക് വരുമ്പോൾ 14.71 അതുകൂടി നോക്കിയാൽ 2020 തെരഞ്ഞെടുപ്പിനേക്കാൾ 0.39% കുറവാണെന്ന് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ കണക്ക് ബി.ജെ.പിക്ക് തിരിച്ചടിയാണോ, ബി.ജെ.പിക്ക് ടെൻഷൻ ഉണ്ടാക്കുമോ? തിരുവനന്തപുരം കോർപ്പറേഷൻ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടി ഭരിക്കാൻ പോകുമ്പോഴും ഉറപ്പായും ബി.ജെ.പിക്ക് വലിയ ആശങ്കയുണ്ടാക്കും. ഒപ്പം ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയുമാണ്. 2017 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയപ്പോൾ അവിടെ ഒരു പ്രമുഖ ബി.ജെ.പി നേതാവ് എന്നോട് പറഞ്ഞു, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആയിരുന്നല്ലോ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വന്നത് 2017. അന്ന് അദ്ദേഹം പറഞ്ഞു 15% വോട്ടാണ് ബി.ജെ.പി കേരളത്തിൽ പിടിച്ചിരിക്കുന്നത്. 15% വോട്ട് ബി.ജെ.പി കേരളത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ബി.ജെ.പി കേരളം ഭരിച്ചിരിക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. RSS അതിനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിക്കും ഉടൻ തന്നെ എന്നൊക്കെയാണ് ആ പ്രമുഖ ബി.ജെ.പി നേതാവ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷമായില്ല, എന്നാലും കഴിഞ്ഞ അതിനുശേഷം വന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ വോട്ട് ശതമാനം പരിശോധിച്ചാൽ ഈ 15% നിന്ന് 1% വർധനവ് പോലും ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം 12% കുറയുകയും ചെയ്തു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 15% ഉള്ളൂ. ഇത്തവണ അതിൽ നിന്ന് കുറഞ്ഞു. അപ്പോൾ ഈ 15%-നപ്പുറത്ത് എന്തൊക്കെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അതൊന്നും ബി.ജെ.പിക്ക് കേരളത്തിൽ മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ദേശീയ തലത്തിൽ ഇനിയിപ്പോൾ 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം. ഇതിലാകെ ഒരു സ്ഥലത്ത് മാത്രമാണ് ബി.ജെ.പി അധികാരത്തിലുള്ളത്, അത് അസമിലാണ്. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷത്താണ് ബി.ജെ.പി. പക്ഷേ അവിടെ അധികാരം പിടിക്കുക ഇപ്പോഴും ബി.ജെ.പിയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. പശ്ചിമ ബംഗാളിൽ, തമിഴ്നാടും കേരളവും ഇനി ബി.ജെ.പിക്ക് നോക്കേണ്ടതില്ല എന്ന വ്യക്തമായ സൂചന കേരളം നൽകുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ബി.ജെ.പിയുടെ ഒരു പ്രതീക്ഷ കൂട്ടിയത്. കാരണം 19%-ലധികം വോട്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു വരുന്നു. പക്ഷേ അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ട് ശതമാനം വ്യക്തമാക്കുന്നത്. സാധാരണ നമ്മളൊക്കെ തന്നെ പറയാറുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് പാറ്റേൺ അല്ല നിയമസഭയിൽ, അതല്ല ലോക്സഭയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ട്രെൻഡാണ്. ബി.ജെ.പിക്ക് എന്താണ് ബി.ജെ.പി എന്നത് സംബന്ധിച്ചുള്ള ഒരു പൊതു ട്രെൻഡാണ്. നമുക്ക് പഞ്ചായത്ത് വിടാം, ബ്ലോക്ക് വിടാം, മുനിസിപ്പാലിറ്റികൾ വിടാം. പക്ഷേ ജില്ലാ പഞ്ചായത്തുകൾ നോക്കുമ്പോൾ ബി.ജെ.പിക്ക് നഷ്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അനുകൂലമായ, ഇപ്പോൾ ശബരിമലയാണല്ലോ ബി.ജെ.പി വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു സംഭവം. ബി.ജെ.പിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമല. ആ ശബരിമല ബി.ജെ.പിക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു ഫലം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ട്രെൻഡ് വെച്ച് നമ്മൾ നോക്കിയാൽ ബി.ജെ.പിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്കറിയാലോ, പരമ്പരാഗത നേതാക്കളെ കൊണ്ട് കേരളത്തിൽ ഒരു കാര്യവുമില്ല എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തിയപ്പോഴാണ്. അല്ല, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. കാരണം ബി.ജെ.പിയുടെ കഷ്ടപ്പെടൽ വളരെ തന്ത്രപരമാണല്ലോ. നോക്കൂ എന്താണ്, അല്ല ദേശീയതലം വിട്ടേക്കൂ. കേരളത്തിന്റെ കാര്യമല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ദേശീയതലം തൽക്കാലം വിടാം. കേരളത്തിന്റെ കാര്യം അല്ല, കേരളത്തിൽ ബി.ജെ.പി നേടാൻ ഇന്ത്യ മുന്നണിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ പറയുന്നത്, കേരളത്തിലെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ, അവരെ കൊണ്ടൊരു ഗുണമില്ലാന്ന് തോന്നിയോണ്ടാണല്ലോ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത്. നിങ്ങൾ നോക്കൂ, ബി.ജെ.പിയുടെ ഏത് സംസ്ഥാനത്താണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയിട്ടുള്ളത്? കേരളത്തിലൊരു പുതിയ നീക്കമായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു നീക്കം നടത്തിയിട്ട് പോലും കേരളത്തിൽ അതൊരു വലിയ ചലനം ഉണ്ടാക്കിയിട്ടില്ല എന്നതല്ലേ ഈ ഒരു ഫലസൂചന? സുരേഷ് ഗോപിയുടെ വിജയമാണ് കേട്ടോ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ബി.ജെ.പി പോകാൻ പ്രേരിപ്പിച്ചത്. നിതിൻ നബീലും വന്നു, ബീഹാറിൽ നിന്നാണ് വന്നത്. കുടുംബാധിപത്യ പാർട്ടിയല്ല, അതുകൊണ്ട് ആർക്കും എപ്പോഴും നേതാവാകാം. നിതിൻ നബീൽ
അല്ല, നിതിൻ നബീൽ BJPയുടെ ഒരു കറകളഞ്ഞ നേതാവാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ നിയമസഭയിലേക്ക് എത്തിയ അംഗമാണ്. ഒരുപാട് വർഷം അദ്ദേഹം നിയമസഭയിൽ തുടർന്ന അംഗമാണ്. BJPയുടെ ഒരു കോർ നേതാവാണ്. അപ്പോൾ ഒരു അതൊക്കെ BJPയുടെ ഒരു തീരുമാനം. ഏറ്റവും യുവാവായ ഒരാളെ BJP വർക്കിംഗ് പ്രസിഡന്റായി കൊണ്ടുവരുന്നു, ഇനി അദ്ദേഹത്തെ അധ്യക്ഷനാക്കും, അതൊക്കെ വേറെ തീരുമാനം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല. രാജീവ് ചന്ദ്രശേഖർ RSS കാരനായിരുന്നില്ല, BJP കാരനായിരുന്നില്ല. അദ്ദേഹം അടുത്ത കാലത്ത് BJPയിൽ വന്നതാണ്, BJPയുടെ പിന്നീട് മന്ത്രിയായി. രാജീവ് ചന്ദ്രശേഖറിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാലോ. പക്ഷെ ഏതായാലും രാജീവ് ചന്ദ്രശേഖറെ കൊണ്ടുവന്നിട്ട് അതിനുശേഷം നടന്നൊരു തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ ആകെ BJPക്ക് ഒരു നേട്ടമുണ്ടായി എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം മാത്രമാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJPയുടെ കയ്യിലുള്ള എത്ര മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അതുപോലെ നിലനിൽക്കും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം പലയിടത്തും ഇപ്പോൾ പാലക്കാട് അടക്കം BJPക്ക് കൃത്യമായ മെജോറിറ്റി ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമാണ് ഒരു BJP അധ്യക്ഷനെയൊക്കെ സംസ്ഥാനത്ത് നിയമിക്കുമ്പോൾ ഒരു പുതിയ പാറ്റേണിലേക്ക് പോവുക എന്നുള്ള ആലോചനയിലേക്ക് BJP ദേശീയ നേതൃത്വത്തെ എത്തിക്കുന്നത്. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവരുന്നത്. ഏതായാലും ആ ഒരു പരീക്ഷണവും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന വ്യക്തമായ സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ ഒരു ഫലം BJPക്ക് നൽകുകയാണ്. ഏതായാലും മറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും, ആദ്യം BJPയുടെ രാഷ്ട്രീയ പരീക്ഷണ സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്ത് ആയിരുന്നു. അതിനുശേഷം BJPയുടെ ഏറ്റവും രാഷ്ട്രീയ പരീക്ഷണ മേഖല എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആയിരുന്നു. ആ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ BJP വിജയിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി ബെൽറ്റിലും വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നേറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്, അതൊന്നും മാറ്റിവെക്കുന്നില്ല. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അത് കേരളമായിക്കോട്ടെ തമിഴ്നാടായിക്കോട്ടെ, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ BJP ഒന്നുമല്ല, BJP ഇപ്പോഴും പടിക്ക് പുറത്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. Meet the editors.